പയ്യന്നൂർ കാപ്പാട്ട് കടകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ ഭഗവതിമാരുടെ തിരുമുടിക്കുള്ള കവുങ്ങ് കല്യോട്ട് കടകപരിധിയിലെ കണ്ണോത്ത് നിന്നും മുളവന്നൂർ കടകപരിധിയിൽ നിന്നും ആചാരപ്പെരുമയോടെ മുറിച്ചെടുത്തു. സ്ഥാനികരും ബാല്യക്കാരും കാതങ്ങൾ കാൽനടയായി താണ്ടി ഘോഷയാത്രയായാണ് കവുങ്ങും മുളയും നിരം തൊടിയിക്കാതെ കാപ്പാട്ടേക്ക് കൊണ്ടുപോയത്. 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയുള്ള ദിവസങ്ങളിലാണ് പെരുങ്കളിയാട്ടം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീണ്ട 28 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2024 ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയാണ് പയ്യന്നൂർ കാപ്പാട്ട് കടകത്തിൽ വീണ്ടും പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഇതിൽ കെട്ടിയാടിക്കുന്ന പ്രധാന തെയ്യങ്ങളായ കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടികൾക്കുള്ള കവുങ്ങും മുളയുമാണ് പാരമ്പര്യവും പെരുമയും മുറുകെ പിടിച്ച് കല്യോട്ട് മുളവന്നൂർ കടകപരിധികളിൽ നിന്നും കാതങ്ങൾ കാൽനടയായി താണ്ടി കാപ്പാട്ടേക്ക് കൊണ്ടുപോകുന്നത്. ചൊവ്വാഴ്ച രാവിലെ 7:30-നും 8:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിനാണ് കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കടകത്തിന്റെ സമീപ പ്രദേശമായ കണ്ണോത്ത് കിഴക്കേക്കരയിൽ നിന്നും മൂപ്പത്തിയ കവുങ്ങ് അനുഷ്ഠാനപൂർവ്വം മുറിച്ചെടുത്തത്. ജന്മാചാരി PV രാഘവൻ കവുങ്ങിനെ ആചാരവിധിപ്രകാരം കൈയൊടി കൊണ്ട് കൊത്തിട്ടു. ശേഷം അവകാശികൾ മുറിച്ചിടുമ്പോൾ ബാല്യക്കാർ നിലം തൊടിക്കാതെ കവുങ്ങ് ചുമലിലേറ്റി. പ്രാർത്ഥനാ നിരതമായി നടന്ന ചടങ്ങിൽ ഇരുകഴകങ്ങളിലെയും സ്ഥാനികരും ഭാരവാഹികളും ബാല്യക്കാരും നാട്ടുകാരും സംബന്ധിച്ചു. ഇതേ സമയം തന്നെ മുളവന്നൂരിൽ നിന്ന് മുളയും മുറിച്ചെടുത്തു. ആരംഭിച്ചാൽ പുറമോടികളിലേക്ക് മുഖം തിരിക്കാതെ അമ്മയുടെ അരുമഭക്തരെ പാറപ്പള്ളിയിൽ നിന്നും ജമായത്ത് കമ്മിറ്റിയുടെ വകയായി മതമൈത്രിയുടെ ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തിരുമുടി യാത്ര പ്രയാണം തുടർന്നത്. പ്രകാശിക്കുന്ന കനൽക്കട്ടകളും ഉള്ളം കുളിർപ്പിക്കും കിട്ടുന്നില്ല. പൂതങ്ങാനം, മുളവന്നൂർ, കാലിക്കടവ്, പേരിയ, ആനക്കുഴി, കാഞ്ഞിരപ്പൊയിൽ, മലപ്പച്ചേരി, മാനൂരി, ചായ്യോം, കയ്യൂർ അമ്പലപരിസരം, മുഴക്കോം, കുട്ടമത്ത് തുടങ്ങിയ കേന്ദ്രങ്ങളിലും ഘോഷയാത്രയ്ക്ക് യാദവസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. ഒപ്പം വഴിനീളെയുള്ള വിവിധ ക്ഷേത്രങ്ങളും വരവേൽപ്പ് നൽകി. പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നും 72 തൊട്ടിലും കുഞ്ഞുമായി ഐതിഹാസികമായ ഒരു ചരിത്ര യാത്രയിലൂടെ ഇവിടെ എത്തിച്ചേർന്ന സാന്നിധ്യമാണ് കല്യോട്ട് ഭഗവതി. അതുപോലെ തന്നെ മുളവന്നൂർ ഭഗവതിയും തളിപ്പറമ്പത്ത് നിന്ന് യാത്ര ഐതിഹാസികമായി ആരംഭിച്ച് തൃക്കണ്ണാടിൽ നിന്നും ആഴിയുടെ സമുദ്രതീരത്തോടി വന്ന് ഐതിഹാസികമായ ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്തു നിന്നും 4 പ്രധാനമായ കഴകങ്ങളുടെ പരസ്പര സാഹോദര്യം വിളിച്ചോതുന്നതും പരസ്പര സഹോദരത്തോടും ചെയ്യുന്ന ഐതിഹാസികമായ ആ പൂർവ്വസ്മരണ ഉണർത്തിക്കുന്ന രീതിയിലുള്ളതായ ഒരു ഘോഷയാത്രയാണ് ഈ തിരുമുടിക്കുള്ള കാപ്പാട്ട് ഭഗവതിയുടെയും ശ്രീപോർക്കലിയുടെയും തിരുമുടിക്കുള്ള കഴുങ്ങ് ശ്രീ കല്യോട്ട് കടത്തു നിന്നും അതുപോലെ മുളയന്നൂർ കടത്ത് മുളയും ഇവിടെ കൊണ്ടുപോകുന്നത്. സവിശേഷ പ്രാധാന്യമുള്ള പടുവളത്തു നിന്നും യഥോചിതമുള്ള സ്വീകരണവും ഏറ്റുവാങ്ങിയ ശേഷം നടക്കാവിൽ വെച്ച് ഉദിനൂർ ക്ഷേത്രപാലകനെയും തൃക്കരിപ്പൂർ ദേവനെയും വണങ്ങി കാപ്പാട്ട് ഭഗവതിയുടെ മൂത്ത സഹോദരി സങ്കല്പമായ കണ്ണമംഗലം കടകത്തിലുമെത്തി തിരുവമ്പാടി ശാസ്താവിനെയും കണ്ടുതൊഴുത് അള്ളട സ്വരൂപത്തിൽ നിന്ന് ഒളവറ പാലം കടന്ന് കോലസ്വരൂപത്തിലേക്ക് കടന്ന് രാത്രി 9 മണിയോടെയാണ് ലക്ഷ്യസ്ഥാനമായ കാപ്പാട്ട് ഭഗവതിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്. കവുങ്ങും മുളയും തോളിലേറ്റി 50 കിലോമീറ്ററോളം ദൂരം കാൽനടയായി താണ്ടുന്ന ഈ തിരുമുടി ഘോഷയാത്ര കാപ്പാട്ടെ പെരുങ്കളിയാട്ടത്തിലെ പ്രഥമവും പ്രധാനവുമായ പ്രത്യേകതയും പെരുമയുമാണ്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.